നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന CBSE ICSE ഗൈഡ് ക്ലാസ് 6ൻ്റെ എക്സാം ഗൈഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ 2 പാർട്ട് വീഡിയോ കഴിഞ്ഞായിരുന്നു. ഇത് 3ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരത് കാണുക. ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പേജ് നമ്പർ 10 വായിക്കുന്നത്. അതിൽ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് ഒരു പിക്ചർ ചോദിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് സെൻറ്റൻസ് എഴുതാനാണ്. അപ്പോൾ ഇവിടെ ഇസ് ചിത്ര में ഒന്നാമത്തെ ചിത്രത്തിൽ ഇസ് ചിത്ര में कुछ बच्चे और कुछ एक कुत्ता है. ഈ ചിത്രത്തിൽ കുറച്ച് കുഞ്ഞുങ്ങളും പിന്നെ ഒരു പട്ടിയുണ്ട്. കുത്തേക്ക് പയർമേ ചോട്ട് ലഗി ഹെ. ആ പട്ടിയുടെ കാലിൽ മുറിവ് പറ്റി. ഏക്ക് ലടുക്കി കട്ടോരമേ ദൂത് ലാ രഹി ഹെ. ഒരു പെൺകുട്ടി ഒരു കിണ്ണത്തിൽ പാല് കൊണ്ടുവരികയാണ്. ദോനോ ലടുക്കെ കുത്തേക്ക് ചോട്ടുമേ ദവാ ലഗ് രഹി ഹെ. 2 ആൺകുട്ടികൾ ഈ മുറിവേറ്റ ആ കുഞ്ഞു പട്ടിയുടെ കാലിൽ മരുന്ന് വയ്ക്കുകയാണ്. സബ് ബच्चे और കുത്തെ ബഹുത്ത് ദുഃഖി നസർ ആ രഹേ ഹെ. ആ പിക്ചറിൽ ആ 2 കുഞ്ഞുങ്ങളും ആ പെൺകുട്ടിയും ആ പട്ടിയും എല്ലാവരും എന്ത് ചെയ്യുന്നത് വളരെ ദുഃഖത്തിലാണ്. കാരണം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡോഗായിരുന്നു അത്. അപ്പോൾ ആ ഡോഗിന് എന്തോ മുറിവ് പറ്റി. അപ്പോൾ അത് കാരണം അവരെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ അതാണ് ആ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കുറച്ച് പോയിൻ്റൊക്കെ ചേർത്തതാണ്. ഏക്ക് ബഗീച്ച ഹെ അല്ലെങ്കിൽ ഏക്ക് പാർക്ക് കാ ദൃശ്യ ഹെ. ഏക്ക് കുത്ത और 2 बच्चे 2 लड़के और लड़कियाँ खेल रहे थे. उस समय उनके पालतू कुत्ता के पैर में कुछ चोट लगी. उन सब लोग भागे और उस बच्चे के पैर में चोट में घाव लगाने लगा. എന്നാൽ കുറഞ്ഞ് എഴുതാം. നിങ്ങളുടെ സെൻറ്റൻസിലൊക്കെ ചേർത്തതാണ്. കുറച്ച് സെൻറ്റൻസ് കൂടുതൽ വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു കഥ പോലെ അങ്ങ് എഴുതുക. അടുത്തത് വ്യായാമിനെ കുറിച്ചാണ്. അപ്പോൾ വ്യായാമിനെ കുറിച്ചൊക്കെ എഴുതുക. വ്യായാം ഹമാരെ ജീവൻ കാ അഭിन्न അംഗ് ഹെ. എക്സസൈസ് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പാർട്ടാണ്. ക്യോങ്കി സ്വാസ്ഥ്യ മനുഷ്യ കാ അമൂല്യ ധൻ ഹെ. ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം. വിദ്യാർത്ഥി ജീവൻ മേ വ്യായാം കി നിതാന്ത് ആവശ്യകത ഹെ. കൂടുതലും നമ്മൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ വ്യായാമം ശ്രദ്ധിക്കുക. ക്യോങ്കി ഇസി സമയം ശരീരക്ക് ആധാർശീല തയ്യാർ ഹോത്തി ഹെ. അതായത് ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ശരീരം വളരുന്നത്. അപ്പോൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവിധ കാര്യങ്ങളും കൃത്യമായി ചെയ്യുക. ഇസേ ശരീരമേ ചുസ്തി കുർത്തി ആത്തി ഹെ. അതിലൂടെ ശരീരം നല്ല ചുരുചുരുക്കുള്ളതായി മാറുന്നു. തഥാ ശരീരത്തെ ആന്തരിക അവയവ് ടീക്ക് രഹത്താ ഹെ. ശരീരത്തിലെ ബോഡി പാർട്സുകളെല്ലാം നല്ല സ്ട്രോങ് ആയി മാറുന്നു. इससे रक्त संचार पाचन शक्ति मांसपेशियाँ स्वस्थ तथा शरीर से अनावश्यक ചർബി ദൂർ ഹോത്തി ഹെ. അപ്പോൾ അതിൻ്റെ രക്തസഞ്ചാരവും ദഹനക്രിയയും മാംസപേശികളും ആരോഗ്യം എല്ലാം എന്ത് നല്ല സ്ട്രോങ് ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, കളിക്കുക, ഓടുക, ഷട്ടിൽ ബാറ്റ് കളിക്കുക, ടെന്നീസ് കളിക്കുക, കുസ്തി കളിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, വായിക്കുക, നടക്കുക, ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക. ഇതൊക്കെയാണ് എക്സസൈസിലായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് രാഷ്ട്രീയ പർവാണ്. ക്ലിയർ അല്ല അല്ലേ? ഓക്കെ, രാഷ്ട്രീയ പർവ് ഗണതന്ത്ര ദിവസ്. 26 जनवरी 1950 को हमारे देश का संविधान लागू किया गया. അപ്പോൾ 26 ജനുവരി 1950 നമ്മുടെ രാജ്യത്തിൻ്റെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയത്. തഫീ സെ യഹ് പർവ് ഹമാരെ ദേശ് മേ ബഡി ധൂംധാം സെ മനായ ജാതാ ഹെ. അന്ന് മുതൽ ഈ ആഘോഷം വളരെ ആഘോഷത്തോടെ ആഘോഷിക്കുന്നു. ഈ ഉത്സവം വളരെ ആഘോഷത്തോടെ ആഘോഷിക്കുന്നു. दिल्ली में गणतंत्र दिवस की परेड देखने पूरी देश से लोग आते हैं. ഡൽഹിയിൽ ഈ സ്വാതന്ത്ര്യ ദിവസം പരേഡ് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരാറുണ്ട്. പരേഡ് വിജയ് ചൗക്ക് से शुरू होती है और राजपथ से होती हुई लाल किले तक जाती है. അപ്പോൾ ലാൽ കില വരെ ഇത് എത്തുന്നു. സബ്സെ പഹലെ രാഷ്ട്രപതി झंडा फहराते हैं. രാഷ്ട്രപതിയാണ് ഫ്ലാഗ് ഉയർത്തുന്നത്. കുച്ച് ദേർ ബാദ് സേനാവോं के जवान टैंक ऊंट विद्यार्थीगण और वायुसेना के हवाई जहाज राष्ट्रपति भवन राष्ट्रपति को सलामी देते हैं. പിന്നെ എയർലെയും ഇത് നാവികസേനകളും കരസേനകളും വ്യോമസേനകളും എല്ലാവരും വന്നെന്ത് ചെയ്യുന്നു, അവിടെ രാഷ്ട്രപതിക്ക് സലാം കൊടുക്കുന്നു. വിഭിന്ന രാജ്യവും की സുന്ദർ സുന്ദർ ഝാങ്കിയാ സബ്കാ മൻ മോഹ് ലേത്തി ഹെ. പിന്നെ പല രാജ്യത്തുള്ള പല പല കലകൾ അവിടെ എന്ത് ചെയ്യുന്നു, അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ അതാണ് രാഷ്ട്രീയ പർവിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത് രക്ഷാബന്ധനാണ്. രക്ഷാബന്ധൻ ഭായി ബഹൻ കെ പ്രേം കാ പവിത്ര ത്യോഹാർ ഹെ. സഹോദരി സഹോദരന്മാരുടെ പവിത്രമായ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉത്സവമാണ്. യഹ് ശ്രാവണ മാസക്ക് പൂർണിമക്കോ മനായ ജാത്ത ഹെ. ശ്രാവണ മാസത്തിൽ പൂർണിമ ദിവസമാണ് ആഘോഷിക്കുന്നത്. ഇസ് ദിൻ ബഹനെ അപ്പനെ ഭായിക്ക് ആരതി ഉദാർത്തി ഹെ. ഈ ദിവസം സഹോദരി സഹോദരൻ ആരതി ഒഴിയുന്നു. ഉസ്കി കലായി പർ ധാഗെ സെ ബനി രാഗ് ബാന്തി ഹെ. ആ സന്തോഷത്തിൽ അവർ
രാഗി കിട്ടുന്നു. और उसकी लंबी आयु की कामना करते हैं, ദീർഘ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. भाई ही जीवन भर अपनी बहन की रक्षा का वचन देता है, സഹോദരൻ സഹോദരി എന്നും രക്ഷിക്കാമെന്ന് വാക്ക് കൊടുക്കുന്നു. और उसे ഉപഹാർ ആദി देता है, സമ്മാനങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ അത് ഒന്നുകൂടെ വായിക്കാം. रक्षाबंधन भाई बहनों के प्रेम का पवित्र त्योहार है. यह श्रावण मास की पूर्णिमा को मनाया जाता है. इस दिन बहनें अपने भाई की आरती उतारती है, उसकी कलाई पर धागे से बनी राखी बांधती है और उसकी लंबी आयु की कामना करती है. भाई भी जीवन पर अपनी बहन की रक्षा का वचन देता है और उसे उपहार आदि देता है. അടുത്ത പുസ്തകാലയാണ്. പുസ്തകെ ഹമാരി സച്ചേ മിത്ര ഹെ, പുസ്തകം നമ്മുടെ യഥാർത്ഥ സുഹൃത്താണ്. ജിസ് സ്ഥാൻ പർ പുസ്തകേം കാ സംഗ്രഹ ഹെ ഉസേ പുസ്തകാലയ കഹത്ത ഹെ, പുസ്തകങ്ങളുടെ ഗ്രന്ഥശാലയാണ് പുസ്തകാലയം എന്ന് പറയുന്നത്. ആജ് സ്കൂളും തഥാ കോളേജിലും പുസ്തകാലയ ഹെ, ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഗ്രന്ഥശാലകളുണ്ട്. പുസ്തക കൈ പ്രകാർ കെ ഹോത്തെ ഹെ, പലതരത്തിലുണ്ട്. നിജി ശിക്ഷാ സംസ്ഥാനോं के और सार्वजनिक. പുസ്തകാലയ में कई प्रकार की पुस्तक है, പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. കാവ്യ, നാടക, ഉപന്യാസ ആദി. കാവ്യങ്ങളുണ്ട്, നാടകങ്ങളുണ്ട്, ഉപന്യാസങ്ങളുണ്ട്. പുസ്തകെ അമൂല്യ നിധി ഹെ, പുസ്തകം എന്നത് ഒരു വിലപ്പെട്ട നിധിയാണ്. പുസ്തകാലയ സച്മുച്ച് ഹമാരെ ജീവൻ കാ മാർഗദർശക ഹെ, ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയാണ്. ഈ സുഖദുഃഖമേ സാധരേതി ഹെ, സുഖത്തിലും ദുഃഖത്തിലും പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മളെ കൂടെ നിൽക്കുന്നു. അടുത്ത് ഭാരതീയ കൃഷിക്കാരനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. ഒന്ന് പുസ്തകാലയം, 2 കൃഷിക്കാരെക്കുറിച്ച്, മൂന്നാമത്തത് ഋതുക്കളെക്കുറിച്ച്. അപ്പോൾ ഈ 3 ഏതെങ്കിലും ഒന്നായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. ഭാരതീയ കിസാൻ അധികൃതർ ഗാവ് രഹത്താ ഹെ, ഭാരതത്തിലെ കൃഷിക്കാർ കൂടുതലും ഗ്രാമത്തിലാണ് കഴിയുന്നത്. വേ ബഹുത് ഹി സീതാ സാധാ ജീവൻ യാപൻ കർത്തേ ഹെ, അവർ സാധാരണ ജീവിതമാണ് നയിക്കുന്നത്. ഭാരത കാ കിസാൻ ബഹുത് ഹി പരിശ്രമി വ്യക്തി ഹെ, ഭാരതത്തിലെ കൃഷിക്കാർ വളരെ പരിശ്രമമുള്ളവരാണ്. ബഹുപ്രായഹാസേ സായം തക്ക് കാര്യ രത് രഹത്താ ഹെ, അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരുടെ ജോലിയിൽ ഏർപ്പെടുന്നു. പഹലെ കിസാനോ കി ദശ ബഹുത് ബുരി തി, ആദ്യകാലങ്ങളിലൊക്കെ കൃഷിക്കാരുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. വേ സദാ ഋണി രഹത്തി ഹെ, എപ്പോഴും അവർക്ക് കടം മാത്രമേ ഉള്ളൂ. കിസാനോ കി ദുർദശ കാ സബ്സെ ബഡാ കാരണം ഉൻകി നിരക്ഷരത ഓർ അജ്ഞാനത ഹെ, അതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്നത് അവർക്കെന്തില്ല, അക്ഷരം അറിയില്ല, അവർ അറിവില്ലാത്തവരാണ്, അവർ വിദ്യാഭ്യാസം, അതുകൊണ്ടാണ് അവർ വളരെയധികം ബുദ്ധിമുട്ടിയത്. ഭാരതീയ കിസാനോं के विकास के लिए सरकार को, पंचायतों को, संगठनों को और स्वयं കിസാനോं को പ്രയാസ് കർണ ഹോഗ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സർക്കാർ കൃഷിക്കാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുക. സർക്കാർ की विभिन्न योजनाओं और प्रयासों के चलते इनके जीवन स्तर में धीरे धीरे सुधार हो रहा है. ഇപ്പോൾ സർക്കാർ പതുക്കെ പതുക്കെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അടുത്ത ഋതുക്കൾ. ഭാരത് में बारी बारी से 6 ഋതുവാ ആതി ഹെ, ഭാരതത്തിൽ ഇടയ്ക്കിടയ്ക്ക് 6 ഋതുക്കൾ വരാറുണ്ട്. പ്രത്യേക ഋതുക്കെ അനുസാർ പ്രകൃതി കാ രൂപ രംഗ് ബദൽത്താ ഹെ, ഓരോ ഋതുക്കൾക്കനുസരിച്ച് പ്രകൃതിക്ക് മാറ്റങ്ങൾ വരുന്നു. വസന്ത ഋതു കാ രാജാ ഹെ, വസന്താണ് ഋതുക്കളുടെ രാജാവ്, വസന്തകാലം. ജിസ്കെ ആഗമൻ സെ സഫി കാ മൻ ഖുഷി ഓർ ഉമംഗ് സെ ഭർ ജാതാ ഹെ, വസന്തകാലം വരുമ്പോൾ എല്ലാവരും സന്തോഷം കൊണ്ട് ആനന്ദിക്കുന്നു. ഇസ്കെ ആനെ സെ ചാരോ ഓർ ഹരിയാലി ഛാ ജാതി ഹെ, വസന്തകാലം വരുമ്പോൾ ചുറ്റും നല്ല പച്ചപ്പായിരിക്കും. മൗസം ബഹുത്ത് സുഹാവന ഹോ ജാത ഹെ, ക്ലൈമറ്റൊക്കെ നല്ല രസമായിരിക്കും. വൃക്ഷ ഏവം ലതായും ഫൂൽ ഫലവും സെ ലത ജാതാ ഹെ, വൃക്ഷങ്ങളും പൂക്കളും മരങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ചാരോ ഓർ സുഗന്ധ ഫൈൽ ജാതി ഹെ, ചുറ്റും നല്ല സുഗന്ധമായിരിക്കും. പക്ഷിയോं के चहल पहल की वातावरण गूंज उठता है, പക്ഷികൾ ചുറ്റും നിന്ന് ചിലയ്ക്കുന്നു. इस ऋतु में പക്ഷിയോ ഓർ നർ നാരിയോ മേ നയി മസ്തി ആ ജാതി ഹെ, ഈ സമയത്ത് നല്ല വസന്തകാലം വരുമ്പോൾ പശുക്കൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 6ാം ക്ലാസ്സിൻ്റെ ഗൈഡ്. അപ്പോൾ 3 വീഡിയോ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം 5 വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ ക്വസ്റ്റ്യൻ പേപ്പർ, സെക്കൻഡ് വീഡിയോയിൽ PDF നോട്ട്, പിന്നെ വരുന്ന 3 പാർട്ട് വീഡിയോയിൽ ഓരോ സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കേട്ട് പഠിക്കുക. ഇതൊരു 5-6 തവണ ഒരുമിച്ച് കേൾക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ടെസ്റ്റ് എടുത്തിട്ട്, ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്ന വീഡിയോ, ഫസ്റ്റ് വീഡിയോയിൽ 1 മുതൽ 4 വരെ പേജുണ്ട്. അപ്പോൾ അതിൽ 2 സെക്ഷൻ വെച്ച് പഠിച്ചെഴുതുക. അപ്പോൾ
നിങ്ങൾ പഠിക്കുമ്പോൾ അതേ രീതിയിൽ തുടർന്ന് പഠിച്ച് പോവുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. കാരണം ആദ്യം അംഗ്രേസി ശബ്ദ 10 ആണെങ്കിൽ അത് 10 എഴുതി പഠിക്കുക, അടുത്ത് ബഹുവചനം 10 അങ്ങനെ എഴുതി പോയാൽ ഫുള്ള് നിങ്ങൾക്ക് അടുത്ത മാസം എക്സാമിന് മുമ്പ് തന്നെ തീരും. ഒരു 5 ദിവസം കൊണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം ടീച്ചറിനെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.